ഒരു ചോദ്യം. സിനിമയിൽ ചാൻസ് തേടി വരുന്ന സഹോദരിമാരോടാണ് എന്റെ ചോദ്യം. കലയോടുള്ള അഭിനിവേശം കൊണ്ടാണോ നിങ്ങൾ മലയാള സിനിമയിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നത്? നോ. നിങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. മാൻ, അതായത് മനുഷ്യൻ, എത്ര വില കൂടിയ കോട്ടും സൂട്ടും ധരിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുരങ്ങുണ്ടായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പ്രത്യേകിച്ച് മലയാള സിനിമയിലെ എല്ലാ സഹോദരങ്ങൾക്കും ഒരു സ്പെഷ്യൽ നമസ്കാരം. എന്താണ് അവിടെ നടക്കുന്നത്? ക്ഷമിക്കണം, ഞാൻ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനും ഒരു തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെയാണ്. പേര് രാജൻ ബോസ്. 25 വർഷമായിട്ട് ഞാനിവിടെ തമിഴ് ഫീൽഡിലാണ്. ഇവിടെ തന്നെ സെറ്റിൽഡ് ആണ്. നിർഭാഗ്യവശാൽ ഒരു മലയാളം സിനിമ ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. ഫീൽഡിൽ എനിക്കൊരു പേരുണ്ട്, എതിർവായി. എല്ലാത്തിനും എതിരഭിപ്രായം. സോ ഓൾ ഓഫ് യു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലാസ്റ്റ് ഗൺ, അതായത് അവസാനത്തെ തോക്ക്, ഉന്നം തെറ്റാത്ത വെടിയുണ്ടകൾ. ഞാനൊരു എക്സ് മിലിറ്ററിയാണ്. അങ്ങ് പാകിസ്ഥാൻ ബോർഡറിൽ ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്ക് നേരെ നെഞ്ചും മിരിച്ച് അന്ന് ഞാൻ നിന്നിരുന്നെങ്കിൽ ഇന്ന് ഞാനില്ല. അങ്ങനെ ആരെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ അവനെ രാജ്യദ്രോഹിയെന്നോ വിഡ്ഢിയെന്നോ വിളിക്കാം. സത്യസന്ധമല്ലാത്തതൊന്നും, അതായത് അനുഭവിച്ചറിയാതെ ഞാൻ ഒന്നും വിളിച്ചു പറയില്ലെന്ന് സാറ്. ഒരു ചോദ്യം. സിനിമയിൽ ചാൻസ് തേടി വരുന്ന സഹോദരിമാരോടാണ് എന്റെ ചോദ്യം. കലയോടുള്ള അഭിനിവേശം കൊണ്ടാണോ നിങ്ങൾ സിനിമയിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നത്? നോ. 20% പേർ മാത്രമേ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാറ്റഗറിയിൽ ഉണ്ടാവൂ. ബാക്കി 80% പേരും ആഗ്രഹിക്കുന്നത് ലക്ഷറി ലൈഫ്, അതിമോഹം അല്ലെങ്കിൽ വ്യാമോഹം. അപൂർവം ചില സഹോദരിമാർ ചില സാഹചര്യങ്ങളിൽ പെട്ടുപോകാറുണ്ട്. മനുഷ്യൻ ദുർബലനാണല്ലോ. മറ്റുള്ളവരിൽ 50% പേരും എന്തിനും തയ്യാറായി വരുന്നവരാണെന്ന് പുറം ലോകത്തിനറിയില്ല. ബാക്കി 50% അഭിനിവേശം, സിനിമ എന്ന മായാലോകം നേരിട്ട് കണ്ട് അനുഭവിക്കാൻ ആഗ്രഹിച്ചു വരുന്നവർ. കഴിവുണ്ടോ ഇല്ലോ എന്നൊന്നും ആരും സ്വയം പരിശോധിക്കാറില്ല. പലർക്കും ഇഷ്ടതാരങ്ങളെ നേരിൽ കാണാമല്ലോ എന്ന മോഹം. ഇഷ്ടതാരങ്ങളെ പ്രാപിക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമായി കരുതുന്നവരുമുണ്ട്. പിന്നെ സിനിമയിലുള്ളവർ വിശ്വാമിത്ര മഹർഷിമാരൊന്നും അല്ലല്ലോ. ആണെങ്കിൽ പോലും അവരുടെ തപസ്സുലക്കാൻ മേനകമാർ തന്നെ വരണമെന്നില്ല. നിരപരാധികളായ സഹോദരിമാർക്ക് എന്റെ ഒരു എളിയ നിർദ്ദേശം. നല്ല വേഷം കിട്ടാൻ ശരീരം പങ്കുവെക്കണമെങ്കിൽ അത് ആവശ്യപ്പെടുന്നത് ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും നായകനായാലും പോടാ പുല്ലേ, നിന്റെ വേഷം എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാക്കണം. അല്ലാതെ പാപം ചെയ്തിട്ട് കുമ്പസാരിക്കല്ല വേണ്ടത്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് ഇവനും മറ്റേ ലിസ്റ്റിൽ പെടുമോ എന്ന് ചില സഹോദരിമാർക്ക് തോന്നാം. നോ, നെവർ. എന്റെ 25 വർഷത്തെ സിനിമാ അനുഭവത്തിനിടയിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഞാൻ മോശമായി പെരുമാറി എന്നെങ്കിലും പറയുന്ന ആ നിമിഷം ഞാൻ ഈ സിനിമാ ഫീൽഡ് ഉപേക്ഷിക്കും. ചിലപ്പോ നിങ്ങൾ വിചാരിക്കും, ഇയാള് തമിഴ്നാട്ടിലല്ലേ, അവിടെ എന്ത് നടക്കുന്നതെന്ന് നമ്മളെങ്ങനെ അറിയാനാ? അറിയാൻ പറ്റും. എന്റെ 2 സിനിമയിലെ നായികമാർ മലയാളികളായിരുന്നു. കുറച്ച് ആർട്ടിസ്റ്റുകളും മലയാളികളായിരുന്നു. സിനിമാ ജീവിതത്തിനിടയിൽ സ്ത്രീകളിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവങ്ങൾ താമസിയാതെ ഷോർട്ട് ഫിലിമിന്റെ രൂപത്തിൽ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാം. കലാരംഗത്ത് എത്ര മേനകമാർ വന്നാലും തപസ്സിളകാത്ത ഒരു വിശ്വാമിത്രൻ ഉണ്ടെങ്കിൽ അത് ഞാനാണ്. സംശയം വേണ്ട. പക്ഷേ എന്റെ സ്വകാര്യ ജീവിതത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞ ഞാനൊരു കോഴിയാണ്. ഇത്രയും നേരം എന്നെ സഹിച്ചതിന് എല്ലാ സഹോദരങ്ങൾക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.